ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ആത്മാഭിഷേകം പ്രാപിക്കാനുള്ള 5 പ്രധാന മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത്. 1. നിരന്തരമായ തിരുവചന ധ്യാനത്തിലൂടെ നമുക്ക് ആത്മാഭിഷേകം പ്രാപിക്കാവുന്നതാണ്. 2. വചനധ്യാനത്തിലൂടെ ത്രിയേക ദൈവത്തെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളെയും അടുത്തറിഞ്ഞ് വിനയപൂർവ്വം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയാണ് ആത്മാഭിഷേകം പ്രാപിക്കാനുള്ള ഏറ്റവും ഉത്തമ മാർഗം. നിത്യനവമായ പെന്തക്കോസ്തി അനുഭവം പകരുന്ന പരിശുദ്ധ കുർബാനയിലൂടെ അനുദിനം നവമായ ആത്മാഭിഷേകത്തിലേക്ക് വളരാവുന്നതാണ്. 3. കർത്താവുമായുള്ള ആത്മബന്ധവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലുള്ള ജീവിതവുമാണ് മൂന്നാമത്തെ മാർഗം. 4. വിശ്വാസത്തിൻ്റെ ഉറപ്പും ദൈവകൽപ്പനകളുടെ വിശ്വസ്തമായ പാലനവും നമ്മെ ആത്മാഭിഷേക അനുഭവത്തിലേക്ക് നയിക്കും. 5. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പുത്രൻ തമ്പുരാനോടൊത്തുള്ള നമ്മുടെ ദൈവോന്മുഖ പ്രയാണത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കി തന്നുകൊണ്ടാണ് തമ്പുരാൻ നമ്മെ നയിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഉത്തേജനം പകരപ്പെട്ട ഉന്മത്തരാക്കപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് അനുദിന തിരുവചന ധ്യാനത്തിലൂടെയും ദിവ്യബലിയിലൂടെയും കർത്താവ് നമ്മെ കൈപിടിച്ചു നയിക്കും. അത്യുന്നതനിൽ വാസമുറപ്പിക്കുന്ന അനുഭവത്തിലേക്കും സ്നേഹത്തിൽ അങ്ങയോട് ഒട്ടി നിൽക്കുന്ന അനുഭവത്തിലേക്കും പരിശുദ്ധ കുർബാനയിലൂടെ ഉള്ള ആത്മാഭിഷേകം വഴി കർത്താവ് നമ്മെ നയിക്കും. നമ്മുടെ അനുദിന കർമ്മങ്ങളെല്ലാം പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വിശുദ്ധീകരിച്ച് ദൈവത്തിലേക്ക് ഉയർത്തിയാൽ അതുവഴി നമുക്ക് മാത്രമല്ല അനേകർക്ക് ആത്മാഭിഷേകം ലഭിക്കുന്നതിനും അനേകരിലേക്ക് ദൈവകൃപ ഒഴുക്കിക്കൊടുക്കുന്നതിനും ഇടയാകും. ഈ ആത്മാഭിഷേകം നമ്മെ ദൈവ സാന്നിധ്യ സാമീപ്യ സംസർഗ സഹിത്വ സഹവാസ അനുഭവത്തിലേക്കും ദൈവസ്നേഹ തീഷ്ണതയിലേക്കും നയിക്കും. പരിശുദ്ധ കുർബാനയിലൂടെ ലഭിക്കുന്ന ആത്മാഭിഷേകം അവർണ്ണനീയമായ ആത്മീയ ആനന്ദവും ഹൃദയ സമാധാനവും പകരുന്നതാണ്. മാത്രമല്ല, ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ കർത്താവുമായുള്ള ആത്മബന്ധത്തിലും സ്നേഹ ഐക്യത്തിലും ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാനും നമുക്കിടയാകും. ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണല്ലോ. തിരുവചന ധ്യാനത്തിലൂടെ ദൈവത്തെ അടുത്തറിഞ്ഞ് ആരാധനയിലൂടെ അനുഭവിച്ച് അങ്ങുമായുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവത്തിലേക്കും നിത്യനവമായ ആത്മാഭിഷേകത്തിലേക്കും ദൈവം നമ്മെ നയിക്കട്ടെ. ആമേൻ.